വെയർ കളക്ഷൻ ആണ്. പ്രീമിയം പ്ലാറ്റിനം ക്രഞ്ചി ആണ്. ക്രഞ്ചി ഫാബ്രിക്കിൽ ഇത് ഉണ്ടല്ലേ, വർക്ക് ഉണ്ടോ, വളരെ ഹെവി ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് അല്ല, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് സ്റ്റിക്കേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഹെവി വർക്കാണ്. ഇത് അതിൻ്റെ ദാമനാണ്. ഈ ഒരു റംസാൻ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഓൾ ഓവർ എന്നിട്ട് ഇതുപോലെ സ്കാറ്റർ ചെയ്താണ് വർക്ക്. നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഉണ്ടല്ലേ, ഓരോ കളേഴ്സും നോക്കിക്കൊള്ളുക. നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ്. അതും വളരെ പ്രീമിയം ഫാബ്രിക്സിലാണ് എല്ലാം കൊടുത്തേക്കുന്നത്. 4 കളർ ഷെയ്ഡ്സ്. ഫസ്റ്റ് ഈ ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ്. പ്രീമിയം ഫാബ്രിക്. ദാമൻ വളരെ ഹെവി. പിന്നെ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ബോർഡേഴ്സിൽ ഇതുണ്ട്, 2 ലെയേഴ്സ് ആയിട്ട് ക്രിസ്റ്റൽ വർക്ക് ആണ്. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് അപ്പം അതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. പ്രീമിയം ഫാബ്രിക്, വളരെ ഹെവി വർക്കാണ്. ദാമനാണ് മെയിൻലി അതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ ബോട്ടം ആൻഡ് ഇന്നറും പ്യുവർ ഫാബ്രിക്കിൽ തന്നെ പോയിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. സെയിം ഫാബ്രിക്. ബോർഡറിൽ പ്രീമിയം ക്രിസ്റ്റൽ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തേക്കുക. പ്ലാറ്റിനം ക്രഞ്ചി ഫാബ്രിക് ആണ് ഈ ഫാബ്രിക് ചെയ്തേക്കുന്നത്. സോ അടുത്ത ഷെയ്ഡ് ഈ ഒരു പീച്ച് പിങ്ക് കളർ പാറ്റേൺസ്. ഇതിൽ വേറെ കളേഴ്സ് ജസ്റ്റ് കാണാനുള്ളതേ ഉള്ളൂ. ബാക്കി വേറെ ഒത്തിരി ഡീറ്റെയിലിംഗ് ഇല്ല. ജസ്റ്റ് ഈ ക്രിസ്റ്റൽ വർക്ക് ആണല്ലോ. താഴെ മെയിൻലി ഹൈലൈറ്റഡ്. ബാക്കി പോർഷൻസ് ഫുള്ളും ചെറിയതായിട്ടാണ് ക്രിസ്റ്റൽ വർക്ക് വരുന്നത്. ദുപ്പട്ടയിൽ വരുമ്പം സ്കാലപ്ഡ് ആണ് എൻ്റെ 4 ബോർഡേഴ്സും. അതിൽ 2 ലെയേഴ്സ് ആയിട്ട് ആ ഒരു ക്രിസ്റ്റൽ വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല ഫാബ്രിക് ആണ്. ഇത് അധികം ചൂടൊന്നും എടുക്കില്ല. ആൻഡ് എല്ലാവർക്കും ഇഷ്ടമാവും. ഭയങ്കര ഫ്ലോയി അല്ല, എന്നാൽ ഫ്ലോയി സ്റ്റൈലിൽ തന്നെ കിടക്കുകയും ചെയ്യും. പ്രീമിയം ഗെറ്റപ്പാണ്. അതായത് ഭയങ്കര സ്റ്റിഫ് അല്ല, ഭയങ്കര ഫ്ലോയി ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഷേപ്പിൽ അതേപോലെ കിടക്കുന്നില്ല, അങ്ങനെ ഒഴുകി കിടക്കുന്നതും അല്ല. ഇതുണ്ടല്ലേ, നല്ല ഫാബ്രിക് ആണ്. അത് സിൽക്കിൻ്റെ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. പ്രീമിയം ക്രഞ്ചി ആണ്, പ്ലാറ്റിനം ക്രഞ്ചി. ആൻഡ് ഇതിൽ ബോട്ടം ആൻഡ് ഇന്നറും കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത ഷെയ്ഡിൻ്റെ ലുക്ക് ഇതുപോലെയാണ്. എല്ലാം പ്രീമിയം കളേഴ്സ് ആണ്. ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, ഭയങ്കര ഡാർക്ക് അല്ല. വളരെ ഹെവി ആയിട്ടുള്ള വർക്കാണ്. നല്ല ഫാബ്രിക് ആണ് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. അത് പ്യുവർ ഫാബ്രിക് ആണ്. ഇതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക, വാഷബിൾ അല്ല. സോ അടുത്ത കളർ, സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്ന ഈ ഒരു സീ ഗ്രീൻ കളറാണ്. വീഡിയോയിൽ കുറച്ചുകൂടെ ബ്ലൂ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാലും അതിനകത്ത് ഈ സീ ബേസ്ഡ് കളറാണ്. രണ്ടുപേരുടെ മിക്സ് വരുന്നുണ്ട് ഈ ഒരു കളർ ടോണിൽ. എന്നാലും കൂടുതലും എനിക്ക് തോന്നുന്നു സീ ഗ്രീൻ്റെ ഹൈലൈറ്റ് ആണ് വരുന്നതെന്ന്. സെയിം പാറ്റേൺ, ഇതിൽ വേറെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. പ്രീമിയം ഫാബ്രിക് ആണ്. ആൻഡ് ഇതിൽ ബോട്ടം ആൻഡ് ഇന്നറും പ്യുവർ ആണ് ചെയ്തേക്കുന്നത്. 1340 പ്രൈസ് വരുന്നത്. സോ അപ്പം ഇത്രയും ഷെയ്ഡ്സ് വരുന്നുള്ളൂ. ഓവർ റേഞ്ച് വരുന്നില്ല. ഫാബ്രിക് തന്നെ വളരെ പ്രീമിയം ആണ്. ജസ്റ്റ് വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണുമ്പോൾ നല്ല പ്രീമിയം ഗെറ്റപ്പുള്ള, അറിയാം, ക്രഞ്ചി ഫാബ്രിക്കുകളും ക്രഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് എല്ലാം വളരെ ഇതാണ്. ഇത് പ്ലാറ്റിനം ക്രഞ്ചിയാണ്. അതായത് ഈ ഫാബ്രിക്കിൽ തന്നെ ഒരു ഷൈനിങ് ഉണ്ട്. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. പെപ്പർ സിൽക്കിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലാണ് ഇത് കിടക്കുന്നത്. നല്ല പ്രീമിയം ഫാബ്രിക് ആണ്. അതിലാണ് ഹെവി ആയിട്ട് ക്രിസ്റ്റൽ വർക്ക്, അതും കോസ്റ്റ്ലി സ്റ്റിക്കേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗമാണ് മെയിൻലി ഹൈലൈറ്റ്. പിന്നെ ബോട്ടോ ഇന്നറൊന്നും കൊടുത്തിട്ടാണ്. ഇത് പ്യുവർ ഫാബ്രിക് ആണ്. അതാണ് മെയിൻലി ഇതിൻ്റെ കോസ്റ്റ് ഇത്രയും വരുന്നത്. പിന്നെ വർക്ക് ഓവർ ആയിട്ടുള്ള വർക്ക് വരുന്നില്ല. താഴെയാണ് മെയിൻലി വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് ഒത്തിരി വർക്കായിട്ട് ഫീലും ചെയ്യല. ഇത്രയും കളേഴ്സേ ഉള്ളൂ. വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക്